അതിനോട് എന്തൊക്കെയോ കഥ പറഞ്ഞോണ്ടായിരുന്നു നോക്കി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് പെൻഷിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പോൾ ഇതേ മനോഹരമായ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് നടന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്കൊരു 1 ഡേ ഔട്ടിങ്ങിനൊക്കെ വരാൻ പറ്റും. ഇവിടെ മോർണിംഗ് 10 AM തൊട്ട് വൈകിട്ട് 6 PM വരെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നടന്ന് ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആമി ഇത് കണ്ടോ ആപ്പിൾ കണ്ടോ? ആമി ഇത് കണ്ടോ ആപ്പിൾ? ഇതേ ആമി ഇഷ്ടം പോലെ ആപ്പിൾ കണ്ടോ? നമ്മൾ കഴിക്കാറുള്ള ആപ്പിളില്ലേ അതിൻ്റെ മരം കേട്ടോ. ഇതിൻ്റെ താഴെ വീണ് കിടക്കുന്ന നോക്കി എത്രയാണ്. അപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റ്. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ, ആപ്പിൾ മരങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ എൻട്രൻസിലേക്ക് പോയി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അകത്ത് കയറി നമുക്ക് ടിക്കറ്റ് ആയത് 2 പേരും കൂടി 27 പോകണ്ട കേട്ടോ. അപ്പം ഒരു മാപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലെ നടക്കുവാണ്. ഒരുപാട് പേരുണ്ട്, പക്ഷെ ക്ലൈമറ്റ് വലിയ രസമില്ല കേട്ടോ. മഴ പിടിച്ച ഒരു ക്ലൈമറ്റാണ്. ഫുള്ള് മൂടി നിൽക്കുക. ഇനി ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ എന്നാടാ അതെ. അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് നമ്മൾ ഡിപ്രഷൻ അടിക്കത്തുള്ളൂ. നമ്മളിങ്ങനെ നേച്ചറുമായിട്ട് ഇറങ്ങി നടക്കുമ്പോൾ നമ്മുടെ നെഗറ്റീവ് എനർജിയൊക്കെ നമ്മളിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് അത് നല്ല മണം വരുന്നില്ല, കുന്തിരിക്കത്തിൻ്റെ മണം. ഇതിനകത്താണോ അത് ഇവിടെ നിൽക്കുന്ന മരത്തിൻ്റെ ആണോ എന്ന് അറിയില്ല കേട്ടോ. നല്ല കുന്തിരിക്കത്തിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ഇവിടെ വരുന്നവർ കുറച്ച് രാവിലെ വരാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മാപ്പ് നോക്കിയാൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തൂല കേട്ടോ. ഒരുപാട് വഴി അതിലേക്ക് ഉണ്ട്. നമ്മളിപ്പോൾ കുറേ നടന്ന് ലാസ്റ്റ് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് ഇതിനകത്ത്. ഒന്നാമത് നമുക്ക് സമയമില്ല. എത്ര മണി വരെ? 6 മണി വരെ കണ്ടല്ലോ. 2 മണി 4 മണിക്കൂർ കൊണ്ടുണ്ട്. അതേ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ നല്ല രസമുണ്ട്. കാരണം നമ്മളിങ്ങനെ ഒത്തിരി നടന്നാലും കിതയ്ക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ഇവിടുത്തെ ഒരു ഫസ്റ്റ് അട്രാക്ഷനിലേക്ക് വന്നു കേട്ടോ. ഇതൊരു ഗോത്തിക് ടെമ്പിൾ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഇത് കണ്ടില്ലേ? അടുത്തെത്തി. ഇതിപ്പം ഒത്തിരി കാലം പഴക്കമുള്ളതാന്ന് തോന്നുന്നു. ഒരു സൈഡില്ല, ഈ എത്ര ഉള്ള സൈഡേ ഉള്ളൂ. ഇതിന്റെ ഏറ്റവും നല്ല വ്യൂ നമുക്ക് അപ്പുറത്ത് പോയി നിന്നാൽ ഇതിന് നല്ലൊരു വ്യൂ ആയിട്ട് ഇങ്ങനെ കാണാം. ഇത് ആ കാണുന്ന വഴി കൂടെ പോകണം. അവിടെ നിന്ന് നോക്കിയാലാണ് നമുക്ക് ഇതിന്റെ ഒരു നല്ലൊരു വ്യൂ കിട്ടുക. നമ്മളെന്തായാലും അവിടെ പോകുന്നില്ല. നമ്മൾ ഡ്രോൺ വിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട്. അത് മതിയേ. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത വെച്ചാൽ നടന്ന് കണ്ട് രാവിലെ വരണം. രാവിലെ വന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ രാവിലെ നല്ല ക്ലൈമറ്റ് ഒക്കെയാണ്, അടിപൊളി. അത് കണ്ടോ, ഇതാണ് ആ കാണുന്നതാണ് വൈൻയാർഡ്. നമുക്ക് അതിലൊന്ന് നടന്നിട്ട് വരാം. മുന്തിരി ചെടികളൊക്കെ കാണിക്കാം ആമീനെ. ആമിയുടെ കാക്കയല്ല താറാവിനെ പിടിച്ചോണ്ടിരിക്കും കേട്ടോ. നോ എന്നാ പറഞ്ഞേ. വാ എന്നാലേ പിടിക്കടി. എല്ലാം വെള്ളത്തിൽ പോയടി ആമി. എല്ലാം വെള്ളത്തിൽ പോയി. ഇതിനകത്ത് ഒത്തിരി മീനൊക്കെ ഉണ്ട് കേട്ടോ, വലിയ മീനൊക്കെ ഉണ്ട്. ചെറുതൊന്നുമല്ല, വലിയത്. മെയിനായിട്ട് നമ്മൾ വന്നേക്കുന്നത് ഇവിടെയുള്ള ഈ ഒരു ഗ്രോട്ടോ കാണാൻ വേണ്ടിയിട്ടാട്ടോ. ക്രിസ്റ്റൽ ഗ്രോട്ടോ. ലൈം സ്റ്റോൺ ആണോ അത് എന്തോ അത്? ഇത് കണ്ടില്ലേ, അങ്ങനെ കണ്ടോ? ഇതാണ് സംഭവം. ഇത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുവഴി നടന്നിട്ട് വരാം. ഈ കാണുന്ന സംഭവം ഇങ്ങനെ ആക്കി വെച്ചതാണോ അത് ഇങ്ങനെ ആയതാണോ എന്ന് നമുക്കറിയത്തില്ല. ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ട് നമ്മളത് വായിച്ചിട്ടില്ല കേട്ടോ. വായിക്കണം. അതെ, ഇതെനിക്ക് തോന്നുന്നു ഇത് ആയതായിരിക്കണം. ഇത് കല്ലാട്ടോ, നല്ല കട്ടിയുള്ള. ഞാൻ വിചാരിച്ച മണ്ണ. ഇത് ആക്കിയതാടി. ഇത് കണ്ടില്ലേ, ഇതിനിടയിൽ സിമെന്റ് തേച്ചേക്കുന്ന കണ്ടില്ലേ? ഇത് ആക്കിയതാട്ടോ. ഇത് കണ്ടോ, ഞാൻ സിമെന്റൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതെ, നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ എനിക്കിത് ആക്കിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ കാണുന്നതൊക്കെ നോക്കി, ഇത് ആക്കിയതാടി മിന്നു. ഇത് ആക്കിയതാ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കയറാം കേട്ടോ. നല്ല തണുപ്പാണ്. ഇത് കണ്ടോ, ഇത് നോക്കി. എൻ്റെ അമ്മേ, നടക്കാൻ പേടിയാവുന്നടി. ഇത് കല്ല് പതിപ്പിച്ച് ആക്കിയെടുത്തേക്കുന്നത്. ഇത് നോക്ക്,
ഇത് ടച്ച് ചെയ്തെന്ന് പറഞ്ഞിരുന്നു. ടച്ച് ചെയ്യണ്ട. ഇത് കണ്ടില്ലേ, നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പെന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തി കയറുന്ന തണുപ്പാണ്. കണ്ടാമേ, ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ ഇത്. എൻ്റെ പൊന്നോ, ഞാൻ ഈ എൻ്റെ പൊന്നോ എന്നൊക്കെ ഒത്തിരി പറയുന്നുണ്ട്, പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുപോലെയുണ്ട് സ്ഥലം. അപ്പൊ ഈ ഒരു ഗ്രോട്ടോ പണിത് 1760 ആ ഒരു ടൈമിലാണ് കേട്ടോ. 7 years എടുത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. 5,000 to 6,000 pound ആണ് ആ ഒരു ടൈമിൽ ഇത്രയും ഇത് പണിത് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പൈസ ആയത്. ഇപ്പൊ അത്ര 1 million വെറുത്ത് വരുന്നതാണ്. ഇതൊക്കെ ഇതിന്റെ ഉള്ളിലും പുറത്തും ശരിക്കും ലൈം സ്റ്റോൺ ആണ്. ബാക്കി ഇതെല്ലാം ഇവര് വെച്ചാക്കിയതാണ്. പക്ഷെ ഒരു അടിപൊളിയുണ്ടല്ലോ ഇത് കാണാനായിട്ട്. ഇത് ആക്കിയ ആള് ശരിക്കും ഇറ്റലിയിൽ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ ആ ഒരു കേവ് ഗ്രോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട് ഇൻസ്പയർ ആയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരെണ്ണം പണിതത്. ആമി പോക്കറ്റ് കൈയിട്ട് നടക്കുന്നതാണേ. പോക്കറ്റ് വേറെ സ്ഥലത്ത്, കൈ വേറെ സ്ഥലത്ത്. ഇങ്ങനെയാണോ ഈ കൈ ഇടുന്ന പോക്കറ്റ്? പോക്കറ്റ് ഇവിടെ അല്ലേ? ഇതല്ലേ പോക്കറ്റ്? ഇതാ പോക്കറ്റ്. ഇതെടുക്ക്, ഇതെടുക്ക്. ആ, ഇവിടെ ഇട്. ആ, കേട്ടെ, ഇതിനകത്തോട്ടാ. ആ, അമ്മയിടിക്ക്, നടന്നോ. കയറ്റം കയറുന്നില്ലടി ആമി, ബാലൻസ് പോയി. നമ്മളിങ്ങനെ ക്രിസ്റ്റൽ ഗ്രോട്ടോ കണ്ടിറങ്ങി. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. അടുത്തതിന് നമുക്ക് പോകാനുള്ളത് ആ ഒരു ബ്രിഡ്ജ് കണ്ടോ? ആ ബ്രിഡ്ജും കയറണം. പിന്നെ അങ്ങ് കാണുന്ന ഒരു ടെന്റിന്റെ ആ ഒരു സംഭവം. നല്ല കാറ്റ് തുടങ്ങി കേട്ടോ. ഇനിയും വേറെ ഒരു റൂയിൻ ടാബയും കൂടി ഉണ്ട് ഇവിടെ, അതും കൂടി കാണാം. അതാ കാണുന്നു അങ്ങനെ അവിടെ താഴെ. ഇത് ഒരു മരം മുറിച്ച് നോക്കി. ഈ മരം നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നു, പക്ഷെ വലിയ മരം കേട്ടോ ഇത്. ഇത്രയൊക്കെ ഉണ്ട് നോക്കി. നമ്മൾ ഇന്നാൾ ഷോട്ട് ചെയ്തില്ലേ, അത്രയും തന്നെയുള്ള മരം അത്. ആമി, പൂക്കൾ നോക്കി, എന്ത് രസമല്ലേ? പറിക്കുവാണോ നീ അത്? അയ്യോ എൻ്റെ ദൈവമേ, ഒരു പൂ പറിച്ചത് എൻ്റെ വെച്ച്. നല്ല രസമുണ്ടല്ലേ? ആ മതി, ഒരെണ്ണം പറിച്ചാൽ മതി. ഇപ്പം നിൽക്കുന്നതൊക്കെ വൈൽഡ് ഡേയ്സി കേട്ടോ. ഇത് കണ്ടേ, നല്ല രസമില്ലേ? ഇവിടുന്ന് ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു പാലവും, ആ പാലം എന്തി, ഈ ഒരു പാലവും പിന്നെ അങ്ങ് കാണുന്നതാണ് നമ്മൾ നേരത്തെ കയറിയ ആ ഒരു സ്റ്റോൺ, എന്താ പറയുക, ലൈം സ്റ്റോണിൻ്റെ കേവൊക്കെ. ആമി ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. പൂവെല്ലാം കൊടുക്കുന്നുണ്ട് അതിന്. അതിനോട് എന്തൊക്കെയോ കഥ പറഞ്ഞോണ്ടായിരുന്നു. നോക്കി, അങ്ങനെയാണോ തറ നടക്കുന്നത്? എങ്ങനെ തറ നടക്കുന്നത്? കണ്ട അവിടെ കൊച്ചിനെ കണ്ട. ദേ അത് പോയി, ഇതിവിടെ എത്തി. വാ ഇതിനെ കൊണ്ടുവന്നാ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പൊരിച്ചടിക്കാം. ഇതെങ്ങനെയാ ആമി നടക്കുന്നേ? ആ താറാവ് എങ്ങനെ നടക്കുന്നേ? ഇതുണ്ടോ ആമി ഓരോ പച്ചക്കറികൾ നട്ടേക്കുന്നുണ്ടോ? നമ്മളെ വീട്ടിൽ സ്ട്രോബെറി നട്ട പോലെ ഇവർ പച്ചക്കറിയൊക്കെ നട്ടേക്കുന്നുണ്ടോ? ഒരുപാട് പച്ചക്കറി ഉണ്ട് കേട്ടോ. പയറ്, അതേപോലെ ഉള്ളി, എല്ലാ സംഭവമുണ്ട്. റോസാപ്പൂവിൻ്റെ മണം വരുന്നില്ലേ? ഡബിൾ കളർ കേട്ടോ ഇത്. നിൻ്റെ ഉടുപ്പും അത് മാച്ച് ആവുന്നുണ്ടടി. ഹായ്, മണത്ത് നോക്കിയാമി. ഇതിനടുത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മളതിൽ ഇതിലാണ് പോയി. അപ്പം നമ്മളിവിടെ തിരിച്ചെത്തിട്ടോ. ഇനിയിപ്പം ഇതെല്ലാം അടച്ചടി. 6 മണിയായില്ലേ? 6 മണി വരെ ഉള്ളൂ ഇവിടെ കേട്ടോ. നമുക്ക് സർവീസിൽ കയറാം. സർവീസിൽ കയറിയിട്ട് ഇവിടെ നിന്ന് കഴിക്കാം. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം ബാക്കിലോട്ട് വെച്ചോ. ഇതാ എൻ്റെ മീഡിയ കിറ്റ്. ആ ബാക്കി വെച്ചോ, കുഴപ്പമില്ല, ഇനി ആവശ്യമില്ലല്ലോ. അതെ, എങ്ങനെയാ ഫ്രീ ആയിട്ടാ. ഇതെല്ലാം തൂക്കിപ്പിടിച്ച് നടന്ന് മടുത്തു. 2.5 മൈൽ ഏകദേശം 4 കിലോമീറ്റർ മുകളിലായി. ആമി പോവാ. ഇനിയിപ്പോൾ നേരെ പോയിട്ട് ഏതെങ്കിലും
സർവീസ് സ്റ്റേഷനിൽ നിർത്തി ഫുഡ് കഴിക്കണം, നന്നായിട്ട് ഫുഡ് കഴിക്കണം ഇവിടുന്ന്. അതിനുശേഷം നേരെ വീട്. മിന്നു വണ്ടിയിലോട്ട് എല്ലാം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുക, അറേഞ്ച് ചെയ്യുക. ആമിയാണെങ്കിൽ എല്ലാം ഇതിലും എറിഞ്ഞ് നമുക്ക് ഇച്ചിരി കൂടെ വലിയ വണ്ടി വേണം. മിന്നു സമ്മതിക്കുന്നില്ല കേട്ടോ, ഇപ്പം വണ്ടി അപ്ഗ്രേഡ് ചെയ്യേണ്ടെന്നാണ് മിന്നു പറയുന്നത്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വണ്ടി പഠിച്ചാൽ മതി. എടി ഇങ്ങ് വാ, അതിലേക്ക് വേറെ വണ്ടിയൊക്കെ വരും. എന്നാൽ പോവാമെങ്കിൽ ഇങ്ങ് വാ, ഇതിലേ വാ. ഇതുണ്ടോ അവരൊക്കെ പോകുന്നുണ്ടോ? വാ, സമയം എത്ര ആയെന്ന് വെച്ചോണ്ടാ. വാ, 2 മണിക്കൂറാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. അപ്പം ഇപ്പം മാപ്പ് നോക്കിയപ്പോൾ കണ്ടേ. ആ പോവാടി.